നമ്മൾ ആറാം സ്ഥലവും ഏഴാം സ്ഥലമാണ് ധ്യാനിക്കുന്നത്. ആറാം സ്ഥലത്ത് വെറോനിക്ക ഈശുമിശിഹായുടെ തിരുമുഖം തുടയ്ക്കുന്നു. ഏഴാം സ്ഥലത്താകട്ടെ ഈശുമിശിഹ രണ്ടാം പ്രാവശ്യം വീഴുന്നു. പലപ്പോഴും ഒരുപാട് ആൾക്കാർ അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ നമ്മളോട് ഷെയർ ചെയ്യാറുണ്ട്. ഒരുപക്ഷെ നമ്മളിതൊന്നും ഇത്ര കാലം സീരിയസ് ആയിട്ടൊന്നും എടുത്തിട്ടുണ്ടാവില്ല. ഇനിയുള്ള നാളുകളിൽ അവരെ സഹായിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. പണം കൊണ്ട് സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും നമ്മുടെ വാക്കുകൾ കൊണ്ട് അവർക്ക് സാന്ത്വനമേകാനുള്ള കൃപയ്ക്കായിട്ട് കർത്താവിനോട് ഇന്നീ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഈശോയുടെ രണ്ടാമത്തെ വീഴ്ച ഏഴാം സ്ഥലത്ത് നമുക്ക് കാണാൻ കഴിയും. ഇത് നമ്മൾക്ക് സൂചന നൽകുന്നത് നമ്മളുടെ വിശ്വാസത്തിനുള്ള ആ വീഴ്ചയാണ്. ഒരുപക്ഷെ ഈ തലമുറ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം ഇത് തന്നെയാണ്. ദൈവത്തിലില്ലാത്ത അല്ലെങ്കിൽ ദൈവത്തിൽ നമുക്ക് ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയാത്ത ഒരവസ്ഥ. ദൈവത്തിൽ വിശ്വാസമില്ല. നമുക്ക് ഇന്ന് ഈ ദിവസം നമ്മുടെ തലമുറക്കും ഇനി വരാനിരിക്കുന്ന തലമുറകൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ജീവിക്കാതെ ദൈവത്തിലുള്ള പൂർണ്ണ വിശ്വാസത്തോടെ ജീവിതത്തെ കാണാനുള്ള കൃപയ്ക്കായിട്ട്. ആമേൻ.